ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ രണ്ട് ഊത് പെർഫ്യൂമുകളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വിചാരിക്കുകയാണ്. എക്സ്ട്രീംലി ഹൈലി നീഷ്, രണ്ടിലും റിയൽ ഊത് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് റിയൽ ഊത് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ ഐം ഗോണ ടോക്ക് അബൌട്ട് ഇറ്റ്. ഈ രണ്ട് പെർഫ്യൂമിൻ്റെയും നിങ്ങൾ ഫ്രാഗ്രൻറ്റിക്കയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം നമുക്കറിയണ കുറേ നോട്ടുകൾ അതിൽ കൊടുത്തിട്ട്, പക്ഷേ ഞാൻ ഈ പെർഫ്യൂമുകൾ എനിക്ക് തോന്നിയത് എന്തോ അത് ഫ്രാഗ്രൻറ്റിക്കയിൽ കണ്ടിട്ടില്ല. സോ ദേ ആർ ഹൈഡിങ് ഇറ്റ്. ഐ ബിലീവ് ഐ എം 100% ഷുവർ. എൻ്റെ മനസ്സിൽ തോന്നിയത് ഒന്നും ഫ്രാഗ്രൻറ്റിക്കയിൽ ഇല്ല. അതാണ് സത്യം. ഒന്ന് ക്രീഡിൻ്റെ ഊത് സാരിയൻ, ഇതിൻ്റെ ഇങ്ങനത്തെ ഔട്ടർ ഷെല്ലിൽ ഊത് സാരിയൻ ഒന്നും എഴുതിയിട്ടില്ല. ബട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ടെസ്റ്റർ സാമ്പിളിൻ്റെ ഇതിൽ ഊത് സാരിയനാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു ഇതിങ്ങനെ കാണുമായിരിക്കും. അതന്നെ. പിന്നെ ഒന്ന് ഫ്രെഡറിക് മാൾ പ്രോമിസ് ബൈ ഡൊമിനിക് റോപ്പിയൻ. ഈ ഫ്രെഡറിക് മാൾ എന്നാണ് പെർഫ്യൂമിൻ്റെ ബ്രാൻഡ്. ഈ പെർഫ്യൂമുകളുടെ പേരിൻ്റെ ഒപ്പം ആ പെർഫ്യൂമിൻ്റെ പേരും വെക്കുക. അപ്പോൾ പ്രോമിസ് ബൈ ഡൊമിനിക് റോപ്പിയൻ, ഇനി അറബിയിലാണ് പേര് വാഴ് ബൈ ഡൊമിനിക് റോപ്പിയൻ. പ്രോമിസ് വാഴ്, അത് രണ്ടും ഈക്വൽ, അതിൻ്റെ അർത്ഥങ്ങളാണ്. നമ്മൾ ആദ്യം ക്രീഡ് സാരിയൻ നമുക്ക് ട്രൈ ആക്കാം. ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട് ഓൾറെഡി, പിന്നെ ഇത് കുറേ അടിക്കാനില്ല. അപ്പോൾ ഞാൻ ഫോർ ദ ടൈം ബീങ് ഞാനിത് തൊട്ട് മുന്നത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് ഞാനിങ്ങനെ എടുക്കുകയാണ്. അവിടെ ക്ലോസ് ചെയ്ത് വീണ്ടും എടുക്കുകയാണ്. സോ ഫോർ ദ ടൈം ബീങ് ഞാൻ ട്രയലും ടെസ്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം. ഞാൻ ഇതിൽ ഈ ഔട്ടർ ഷെല്ലിൽ അടിക്കാം. അൾട്രാ എക്സ്പെൻസീവ് സ്മെല്ല്, നമ്മുടെ മൈൻഡിലേക്ക് എങ്ങനെയും പിടിതരാത്തൊരു സ്മെല്ല്, ഭയങ്കര ലക്ഷൂറിയസ് സ്മെല്ല്. ഒന്നാമത് ഈ സാധനം ഹെവിലി മെച്യൂർഡ് പെർഫ്യൂമാണ്. ഒരു യങ് 30-35 എബോ, അല്ലെങ്കിൽ സക്സസ്ഫുൾ സ്മെല്ല്. ഒരു 40+ ബില്യണർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പെർഫ്യൂം ആണെന്നുണ്ടെങ്കിൽ, യൂസഫ് അലിക്ക് ഒരു പെർഫ്യൂം ആണെന്നുണ്ടെങ്കിൽ, അവൻ ഈ പെർഫ്യൂം ഇങ്ങനത്തെ പെർഫ്യൂം എടുക്കട്ടെ. അത്രയും ഹെവിലി ലക്ഷൂറിയസ് വൈബ് മനസ്സിലിങ്ങനെ ഓടിത്താടി. ഭയങ്കര, ഞാൻ കുറച്ച് പെർഫ്യൂമുകളിൻ്റെ ഏത് വീഡിയോകളാണെന്ന് അറിയില്ല. ഐ ബിലീവ് അഹമ്മദ് അൽ മഗ്രിബിയുടെ ബിൻ ഷേക്കിൽ ഞാൻ 2-3 പെർഫ്യൂമുകൾ കാണിച്ചില്ലേ, അതേ റെലമിൽ നിൽക്കണം. നമുക്ക് പിടിതരാത്ത, നമുക്ക് എന്ത് എന്നുള്ളൊരു മൈൻഡിലേക്ക് എന്താളടിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് ഈ സുഗന്ധ ഇയാളിൽ നിന്ന് വരുന്നതെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ഒരു വെൽക്കമിങ്ങും ഒരു ഇൻവൈറ്റിങ്ങും ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഒരു സസ്പീഷ്യസും ആൻസൈറ്റി മിസ്റ്റീരിയസ്സും ഉള്ളൊരു സ്മെല്ലാണ് ഊദ് സാരിയൻ്റെ. എന്താ ഇത് സക്സസ്ഫുള്ളായി ഭയങ്കര പൈസക്കാരനായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഐ ഗോണ ബൈ ദിസ് വൺ. 0599 എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. മേ ബി ക്രീഡിൻ്റെതായിട്ടുള്ള സാധനങ്ങളാവാം, ബാച്ച് നമ്പർ കാര്യങ്ങളൊക്കെ ആവണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതിൽ 90 കൊല്ലം 80 കൊല്ലത്തെ പഴക്കമുള്ള ഊത് ഓയിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ക്രീഡിൻ്റെ ഭാഗത്ത് പറയുമ്പോൾ അറിയപ്പെട്ട ബ്രാൻഡായതുകൊണ്ട് അത് സത്യമായിരിക്കാം. ഇൻഷാ എന്തായാലും ആവട്ടെ. എന്തൊക്കെ ആയാലും പിന്നെ സാധനം ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സിനോണിം ഓഫ് ലക്ഷറി എന്ന് തന്നെ പറയണം. അമ്മാതിരി ലക്ഷറിയുടെ മുകളിലൊരു വാക്കുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എലൈറ്റ്, ലക്ഷറി എലൈറ്റ്, ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ജെറ്റുള്ള ആൾക്കാർക്ക്, മറ്റേ റോൾസ് റോയ്സുള്ള ആൾക്കാരൊക്കെ ഈ പെർഫ്യൂം അടിക്കണം. അങ്ങനെ റെക്കഗ്നിഷനും കിട്ടുന്ന ഒരു പെർഫ്യൂം ഇട്ടാ. ഇതിപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എൻ്റെ മൈൻഡിലേക്ക് ഒരു ഇങ്ങനത്തെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും എക്സ്പെൻസീവ് സ്മെല്ല് ഞാൻ ഇതേവരെ ട്രാക്കിൽ അത് ക്രീഡ് സാരി എന്ന് തന്നെ പറയും. ഓക്കെ, ഇനി ഇതിൻ്റെ സ്മെല്ലുകൾ പറഞ്ഞുതരാം. ഓപ്പണിങ്ങിൽ ഒരു സ്വീറ്റ് വരുന്നുണ്ട്. അത് പേരിനുള്ള സ്വീറ്റ്നെസ് ആണ്, ഒരു ആംബറി സ്വീറ്റ്നെസ് ആണ്. ഓപ്പണിങ്ങിൽ തന്നെ ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഈ ഡാർക്ക് ആയിട്ടുള്ള മൈൻഡിന് ഇങ്ങനെ പിടിച്ച് ഇത് എന്ത് എന്ന് ചോദിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സംഗതി ഇങ്ങനെ മൈൻഡിൽ പിടിക്കുന്ന രൂപത്തിലൊരു വുഡി നോട്ട് അണ്ടർടോൺ കൂടെ വന്നിട്ട് ഒരു പഞ്ചന്റ് ഊത് നോട്ടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പഞ്ചന്റ് ആണ്. ബാനാഡിഷോ സ്കാൻക്യോ ഇല്ല, ഒന്ന് മനസ്സിനെ ഒന്ന് പിടിച്ചു വെക്കണം. ഓപ്പണിങ് ഇത്തിരി ഷാർപ്പ് റിഫൈൻമെന്റ് എന്നൊപ്പം പിടിച്ചു പോകുന്ന ഒരു പഞ്ചന്റ് വേർഡ് തന്നെ ഉപയോഗിക്കാം. ആംബറി കൂടിയാണ് ഓപ്പണിങ് ഇട്ടാ. ഓപ്പണിങ് കഴിഞ്ഞ് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഊത് കിക്കും ചെയ്യും. ആ ഊത് കിക്കും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഞാൻ ഇതിലോ അടിച്ചിട്ടുണ്ടായി. ഇപ്പം ഞാൻ ഇതിൻ്റെ ഓപ്പണിങ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വാമായിട്ട് അണ്ടർടോൺ കൂടെ ഡാർക്ക് മിസ്റ്ററിനെസ് അവിടെ ഓപ്പൺ ആയിട്ടില്ല. അവിടെ ഈ ഒരു ഓപ്പണിങ്ങിൽ ഒരു സ്വീറ്റ് ഊത്, ഒരു പഞ്ചന്റ് ഊതിൻ്റെ ഓപ്പണിങ് അവിടെ വന്ന് കിടക്കുമ്പോൾ
ഒന്ന് സെറ്റിലായി ഇതിൻ്റെ ആൽക്കഹോളൊക്കെ കൊണ്ട് വിട്ട് കഴിഞ്ഞാലാണ് പിന്നെ ഈ സാധനം ഒരു ഡയമെൻഷൻ പിടിച്ച് ഒരു ലക്ഷറി പെർഫ്യൂമിൻ്റെ നോട്ടിലേക്ക് ഈ പെർഫ്യൂം മാറുന്നുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഈസ് ബിയോണ്ട് മൈ വേർഡ്സ് ആർണ്ട് ഇനഫ് ടു എക്സ്പ്ലെയിൻ. ഉഫ്. പിന്നെ അവിടുന്ന് ഈ ഒരു ഔദും വരുന്നുണ്ട്. ഈ ഒരു ഔദിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ ഒപ്പം പിടിച്ചു നിർത്തുന്ന ഈ ഒരു സ്പൈസി ഔദ് കേട്ടോ. സ്പൈസി ഔദ് പിന്നെ വാമാടെ വിട്ട് സ്വീറ്റ്നെസ് ആണ് മിഡിൽ നോട്ടൊക്കെ വരുന്നത്. ഈ മിഡിൽ നോട്ടിൻ്റെ ഈ ഒരു ഔദ് കറക്റ്റ് ഒരു എന്താ ഒരു റിലീജിയസ് സെറമണിയിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അത്രയും എന്താ ഞാൻ പറയാ, ഒരു തരം ഒരു പ്രത്യേക ഫീലിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു പെർഫ്യൂമാണ് ക്രീഡിൻ്റെ മിഡിൽ നോട്ട് ഒരു ഫീൽ തന്നെയാണ്. മിഡിൽ നോട്ട് ഒരു എന്താ പറയുക, ഒരു ഒരു ആകാശത്തിൽ ഇപ്പം എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്, ആകാശത്ത് നമ്മളിങ്ങനെ നമ്മുടെ വിങ്സ് കൊണ്ട് പറക്കില്ലേ, നമുക്കൊരു വിങ്സ് ഉണ്ടായി പറക്കുമ്പോൾ അവിടെ കുറച്ച് സ്മോക്കിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ ഒരു സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ക്രീഡിൻ്റെ ഈ സാരിൻ്റെ സ്മെല്ലായിരിക്കും. അത്രയും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു സ്മെല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിനിട്ട് തന്നെ എനിക്കിതിങ്ങനെ വീണ്ടും പറയാൻ തോന്നുന്നത്. ലെറ്റ് ഇറ്റ് ബി. പിന്നെ മിഡിൽ നോട്ട് ഈ ഊതിൻ്റെ ഈ പഞ്ചൻ്റ് എന്ന വാക്ക് അവിടെ നിന്ന് പോയിട്ട് ഇവിടേക്ക് അടിക്ക് വരുമ്പോൾ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബാനാഡിഷ് തന്നെ പറയുന്ന ഒരു ഊതിൻ്റെ ഇതൊക്കെ വരും. ഹൈലി സ്മോക്കിയാണ് കേട്ടോ മിഡിൽ നോട്ടിക്ക് വരുമ്പോൾ. സ്മോക്ക് വരുന്നുണ്ട്, നല്ല സ്മോക്കി ബാനാഡിഷ് ഊത് വരുന്നുണ്ട്, ഒപ്പം സ്വീറ്റ് നോട്ടും വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ലക്ഷൂറിയസ് വൈബിലേക്കാണ് ഒക്കെ എന്തുണ്ടെങ്കിലും ഇതിൽ സ്മോക്കാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സ്മെല്ലാണെന്നുണ്ടെങ്കിലും ഒരു നീഷ് എക്സ്ക്ലൂസീവ് എക്സ്പെൻസീവ് സ്മെല്ലിംഗ് ആണ് ഇത്. മിഡിൽ നോട്ട് ഒരു പ്ലഷറും ഒരു സ്വർഗീയ അനുഭവം തന്നെയാണ് കേട്ടോ. നിങ്ങൾ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾ, പിന്നെ ഫോളോ ചെയ്യുന്ന ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പോൾ നീഷ് പെർഫ്യൂമുകളൊക്കെ ട്രൈ ആക്കുന്നുണ്ടാവും. നിങ്ങളിത് വിട്ടുപോകരുത്, നിങ്ങൾ ട്രൈ ആക്കണേ. ഞാൻ അങ്ങനെയും പറയുകയാണ്, ഈ പെർഫ്യൂം ഇറ്റ് ഈസ് സോ ട്രിക്കി ടു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഈസ് സോ എക്സ്പെൻസീവ് സ്മെല്ലിങ് ഗൈസ്, ട്രസ്റ്റ് മീ. ഞാൻ ഇതേവരെ ട്രൈ ആക്കിയാൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇനി വരുന്നതിൽ ട്രൈ ആക്കണം എന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് ഇതിൻ്റെ മുകളിലും ഫാറിലും നിൽക്കുന്ന ഒരു പെർഫ്യൂം ഇല്ല, അത്രയും എക്സ്പെൻസീവ് സ്മെല്ലിങ്. അങ്ങനെ ഒരു ഡാർക്ക് മിസ്റ്റീരിയസ് വുഡി നോട്ട്, ഒരു ഔദി നോട്ട് വരുന്നുണ്ട്. പിന്നെ അടിയിലേക്ക് ഒരു എർത്തി വുഡി നോട്ടായിട്ടാണ് ഇതിൻ്റെ ഏറ്റവും ബേസ് നോട്ട് വന്ന് കിടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരെണ്ണം വാങ്ങിക്കണം, ഇതൊരെണ്ണം വാങ്ങിക്കും. പിന്നെ ഡൊമിനിക് റോപ്പിയൻ്റെ ഇത് ഇതേപോലെ കുറച്ചധികം പറയാനുണ്ട്. ഇത് 8 മിനിറ്റ് ആയിപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഊദ് സാരിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇനി കൂടി പോയിട്ട് വാങ്ങിക്കാൻ നിൽക്കണം കേട്ടോ. ഇത് ഊദ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾ പൈസ കൊണ്ടിട്ട് നിങ്ങൾ മുടക്കാൻ നിൽക്കണ്ട. ഇത് ഹൈലി സബ്ജക്റ്റീവും പോളറൈസിങ്ങും സെൻ്റാണ്. ലക്ഷൂറിയസ് സ്മെല്ലിംഗ് ആണ്, അത് 110% ഷുവറാണ്. പക്ഷേ ഇത് നമുക്ക് ഭയങ്കര ടെറിട്ടോറിയലായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്നുള്ള രൂപത്തിലൊരു പെർഫ്യൂമാണ്. അല്ലാണ്ട് ഒരിക്കലും ഫസ്റ്റ് തന്നെ പോയിട്ട് 30,000-40,000 റുപ്യ ഇതാക്കരുത്. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1,500 റുപ്യ കൊടുത്തതിൻ്റെ ഒരു 5 ml ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ യു ഗൈസ് ക്യാൻ നോ അബൌട്ട് ഇറ്റ്. ഒരു ട്രയൽ വർത്തി പെർഫ്യൂമാണ്. ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളൊരു പെർഫ്യൂമാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. മറുപടി ആയിട്ട് കാണാം, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.